അടുത്ത സെക്ഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓഫ്ലൈനായിട്ട് എടുത്ത് അവസാനിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഭയങ്കര ഓടിച്ചാണ് നമ്മളിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും. 2 ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, എ ആൻഡ് ബി ആർ നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള നോട്ട് ബോത്ത് 0 ആയിട്ടുള്ള ഇക്വേഷൻസ്. 3 ഡയമെൻഷനിലാകുമ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഇക്വേഷൻസ്. സോ നമ്മൾ അതിന് ലീനിയർ ഇക്വേഷൻസ് എന്ന് വിളിക്കും അല്ലേ. വേറെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും പവർ 1-ൽ കൂടെ മേലേക്ക് പോകാത്ത ആൾക്കാരെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് വിളിക്കുക. ഈ ലീനിയർ ഇക്വേഷൻസ് ജനറൽ ഫോം എന്ന് പറയുന്നത് a1x1 പ്ലസ് a2 x2 എക്സെട്ര an xn ഈക്വൽ ടു ബി ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ എ ഐസിൽ ആരെങ്കിലും ഒരാൾ 0 ആവാതിരിക്കുക. എല്ലാവരും 0 ആയാൽ ഇക്വേഷൻ 0 ഈക്വൽ ടു ബി എന്നുള്ള രീതിയിലാവും. അതുകൊണ്ടാണ് ഇനി ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ a1x1 പ്ലസ് a2 x പ്ലസ് an xn ഈക്വൽ ടു ബിക്ക് വരെ 0 ആയി വരുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ തന്നിരിക്കുന്ന വേരിയബിൾസ് ആണ് x1 x2 x എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഇക്വേഷൻസിൻ്റെ ഒരുപാട് ഇക്വേഷൻസിൻ്റെ ഒരു കളക്ഷനാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് വിത്ത് അൺനോൺസ്. സോ ഇവിടെ എന്താ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. a11 x1 പ്ലസ് a12 x2 എക്സെട്ര a1n xn ഈക്വൽ ടു b1 a21 x2 പ്ലസ് കുറേ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻസിൻ്റെ ഒരുമിച്ച് എല്ലാം കൂടിയുള്ള ആണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. സോ ഇനി മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതാം. എങ്ങനെ എ എക്സ് ഈക്വൽ ടു ബി എന്ന് കൊണ്ട് എഴുതാം. വേറെ എ ഈക്വൽ ടു അത് തന്നിരിക്കുന്ന ഓരോ തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെയും കോയിഫിഷ്യൻസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾ a11 a12 എക്സെട്ര a1n a21 a22 എക്സെട്ര a2n എക്സെട്ര am1 am2 എക്സെട്ര amn. എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വേരിയബിൾസിൻ്റെ എക്സ് ഈക്വൽ ടു കോളം മെട്രിക്സ് x1 x2 എക്സെട്ര xn, ബി എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് b1 b2 എക്സെട്ര bm. സോ എനി കോളം വെക്ടർ എക്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദി മെട്രിക്സ് ഇക്വേഷൻ 3, അതായത് എ എക്സ് ഈക്വൽ ടു ബി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ നമ്മൾ എന്ത് വിളിക്കുക, സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ, സൊല്യൂഷൻ ഒരു ഇക്വേഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ എല്ലാ ഇക്വേഷൻസിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് സൊല്യൂഷനായിട്ട് മാറാൻ പോകുന്നത്. It simultaneously satisfies for m equations. When b's are all not zeros, when b not equal to 0, the system is said to be non-homogeneous, and ബിയിലെ എല്ലാ ആൾക്കാരും 0 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, സിസ്റ്റം തന്നെ 2-3 ടൈപ്പ് ആയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ഓഫ് വേരിയബിൾസ് x1 x2 xn ആണ്. സാറ്റിസ്ഫൈസ് simultaneously m equation system 1 is called solution set of system of equations. Alias in a system may have exactly one solution. ആ സൊല്യൂഷന് 2-3 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ, എക്സാക്ട്ലി 1 സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലാതിരിക്കുക. എ സിസ്റ്റം ദാറ്റ് ഹാവ് 1 or more സൊല്യൂഷൻസ് ഈസ് കോൾഡ്, ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കും കൺസിസ്റ്റൻറ്റ് സിസ്റ്റം. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. സൊല്യൂഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക, ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. ഇനി ലീനിയർ സിസ്റ്റം വിത്ത് 2 and 3 വേരിയബിൾസ്. 2 വേരിയബിൾ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. 2 വേരിയബിൾ സിസ്റ്റത്തിൽ എ ലീനിയർ സിസ്റ്റം ആണ് സിസ്റ്റം a1x പ്ലസ് b1y ഈക്വൽ ടു c1 a2x പ്ലസ് b2y ഈക്വൽ ടു c2. അങ്ങനെയാണെങ്കിൽ ദ ലൈൻസ് മേ ബി പാരലൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്, ഇൻ വിച്ച് കേസ് ദർ ഈസ് നോ ഇൻ്റർസെക്ഷൻ ആൻഡ് കോൺസിക്വൻ്റ്ലി നോ സൊല്യൂഷൻ അല്ലേ. ദ ലൈൻസ്, അപ്പോൾ എന്താ, ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ, പാരലൽ ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. അവർ രണ്ടും ഒരേപോലെ ഇൻ്റർസെക്റ്റ് ഫുൾ ലൈൻ ഒരേ ലൈനായി മാറുകയാണെങ്കിൽ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി അത് ഫുൾ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എന്താ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ആണ് ഈ 3 കേസുകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 3 ഡയമെൻഷണൽ കേസിലാകുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാവുക, a1x പ്ലസ് b1y പ്ലസ് c1 z ഈക്വൽ ടു d1 a2x പ്ലസ് b2y പ്ലസ് c2 z ഈക്വൽ ടു d2 a3x പ്ലസ് b3y പ്ലസ് c3 z ഈക്വൽ ടു d3 ആണ്. അതിൻ്റെ കേസിലാകുമ്പോൾ എന്തുണ്ടാക്കിയ സിസ്റ്റത്തിൽ അത് ഒന്നുകിൽ 3 ഇക്വേഷൻസും എന്താണ് 3 പ്ലെയിൻസും പാരലലായിട്ട് വരിക, സൊല്യൂഷൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ 2 പ്ലെയിൻസ് ഒരു ഇൻ്റർസെക്ഷനിൽ ഒരു ലൈൻ മൊത്തത്തിൽ വരിക, അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മൊത്തം ഉണ്ടാവുക, അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരേ പോയിന്റിലാണെങ്കിൽ എന്തുണ്ടാവും, അതിന് യുണീക്ക് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, so every system of linear equation has 0 or infinitely many solutions, and there are no other possibilities. കുറേ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ സോൾവ് ചെയ്തും കാര്യങ്ങളൊക്കെയാണ്. സോ കൂടുതൽ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് ജോമെട്രിക്കൽ ആസ്പെക്ട്സും ഒക്കെ നമ്മൾ പറഞ്ഞാണ് എങ്ങനെ വരും. സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജനിയസ് സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നു. ഒരു നോൺ ഹോമോജനിയസ് സിസ്റ്റം ഉണ്ട്, a1 x1 പ്ലസ് a12 x2 എക്സെട്ര a1n xn ഈക്വൽ ടു b1 ആണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മെട്രിക്സ് നൊട്ടേഷനിൽ ax b ഈക്വൽ ടു b എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതിന് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ദ മെട്രിക്സ് എ ബി എന്താണ്, എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഒപ്പം ലാസ്റ്റ് കോളായിട്ട് ബിയിലെ എലമെൻറ്റ്സിനെ കൂടി ആഡ് ചെയ്ത് ചേർത്തിട്ടുള്ള പുതിയ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, ദ എ ബി മെട്രിക്സ്. ഓക്കെ, ഇവിടെ ബി ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ? മൾട്ടിപ്ലൈ ആൻ ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ ആൻ നോൺ സീറോ കോൺസ്റ്റൻറ്റ്, ഇൻ്റർചേഞ്ച് ടു ഇക്വേഷൻസ്, ആഡ് എ കോൺസ്റ്റൻറ്റ് ടൈംസ് വൺ ഇക്വേഷൻ ടു അനദർ. ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് റോയിൽ മാറ്റം വരുന്നതിന് സമമായതുകൊണ്ട് നമ്മൾ അതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യും. ഇഫ് എ റോ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്, സോ വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് വായിച്ചു വിടുന്നേ ഉള്ളൂ. ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ദ ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ ദ റോ ഈസ് 1. നമ്മളപ്പോൾ റോയിലെ ഫസ്റ്റ് നമ്പറിനെ ലീഡിങ് 1 ആക്കാവുന്ന രീതിയിൽ ചെയ്യും. അതുപോലെ തന്നെ ഇഫ് ദർ ആർ എനി റോസ് ദാറ്റ് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് ദെൻ ടുഗദർ അറ്റ് ദ ബോട്ടം ഓഫ് ദ മെട്രിക്സ്. കംപ്ലീറ്റ് സീറോ ആയിട്ടുള്ള റോ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും താഴേക്ക് ഇട്ടിട്ട് ചെയ്യും. Successive rows that do not consist entirely of zeros, leading one in the lower row occurs further to the right than the leading one the higher row. ഓക്കെ, തന്നിരിക്കുന്ന റോയിൽ നോൺ സീറോ എൻട്രി വരുന്നത് ഫസ്റ്റ് 1 ആയിരിക്കണം. മാത്രമല്ല തൊട്ട് താഴെയുള്ള റോയിൽ ആ 1ന് താഴെയുള്ള പൊസിഷനിലൊക്കെ എന്തായിരിക്കണം, 0 ആയി വന്നേ പറ്റുള്ളൂ. Each column that contains a leading one has zeros everywhere else in that column. സോ ഒരു കോളത്തിൽ 1 വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ 1ന് താഴെയുള്ള പൊസിഷനിലൊക്കെ എന്തായി പോകണം, 0 ആയിട്ട് പോയി പറ്റുള്ളൂ. എ മെട്രിക്സ് ദാറ്റ് ഹാസ് ദ എബവ് 4 പ്രോപ്പർട്ടീസ് സെറ്റ് ടു ബി നമ്മൾ എന്ത് വിളിക്കുന്ന പേരാണ്, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് വിളിക്കും. ആൻഡ് ദ ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ് ആളിനെ വിളിക്കുന്ന പേരാണ് റോ എക്കലോൺ ഫോം. സോ ഇതുപോലെ മെട്രിക്സുകൾക്ക് ഞങ്ങൾ എക്സാമ്പിളുകൾ പറഞ്ഞാണ്, എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇതിലെ പ്രോബ്ലംസ് നമ്മളിതുപോലെ ചെയ്തതാണ്. സോ ഇത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x + 2y + z = 2, 3x + y - 2z = 1, 4x - 3y - z = 3, 2x + 4y + 2z = 4. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കും. സോ എയും ബിയും ചേർത്തിട്ടുള്ള പുതിയ മെട്രിക്സ് എഴുതുന്നു. അത് തന്നതിൻ്റെ റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം കണ്ടുപിടിക്കുന്നു. അത് വെച്ച് സോൾവ് ചെയ്യുന്നു. ഓക്കെ, എത്തുന്നത് ഈ രൂപത്തിലാണ് നമ്മൾ എത്തുന്നത്. 1 2 1 2 0 1 1 1 0 0 1 1 0 0 എന്നുള്ള രീതിയിലാണ് എത്തുന്നത്. ഇതൊരു യുണീക്ക് സൊല്യൂഷനുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് എൻഡ് അപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്താണ്. ഈ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡ് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. സോ ഇതിന് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്തതിൽ നമ്മളിത് ചെയ്ത കുറവായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. സൊല്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉള്ള രീതിയിലാണ് ഇതിലുണ്ടായത്. ഇത് പ്രോബ്ലം നമ്മൾ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇത് കൂടുതലൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഹോമോജൻ സിസ്റ്റത്തിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈക്വൽ ടു കംപ്ലീറ്റ് ബിന് വരെ കംപ്ലീറ്റ് 0 വരുന്ന രീതിയിലുള്ള ആളാണ് ഇത്. അത് വെച്ചാണ് ചെയ്യുന്നത്. ഹോമോജൻ സിസ്റ്റത്തിന് ഉറപ്പായിട്ട് എന്തുണ്ടാവും, ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ x1 x2 xn എല്ലാം 0 ആയി വരുന്ന രീതിയിൽ സൊല്യൂഷൻ ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഉണ്ടാവുക ഇൻട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാവുക. Free variable theorem for homogeneous systems. If a homogeneous linear system has n unknowns and if the reduced row echelon form of its augmented matrix has r non-zero rows, then the system has n minus r free variables. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ചെയ്തത് തന്നെയാണ്. ജസ്റ്റ് അതിൻ്റെ കാര്യം എന്താണെന്ന് പറയുന്നു. തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ, ഹോമോജനസ് സിസ്റ്റത്തിൽ n അൺനോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോമിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് r നോൺ സീറോ റോസ് ആണ് ഉള്ളെങ്കിൽ ബാക്കിയുള്ള n-r എൻട്രീസ്, ദെൻ ദ സിസ്റ്റം ഹാസ് n-r ഫ്രീ വേരിയബിൾസ്. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ലേ, R-S-T എന്നൊക്കെ കൊണ്ട് കൊടുക്കാറില്ലേ, ആ ഫ്രീ ആയി കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതിയാണ് പറയുന്നത്. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ അൺനോൺസ് എത്രയാണെന്ന് നോക്കുക. ആ അൺനോൺസിൽ തന്നിരിക്കുന്ന മെട്രിക്സിന് എത്ര, ഓഗ്മെൻറ്റഡ് മെട്രിക്സിന് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. ആ ബാക്കിയുള്ള n-r ആളിനാണ് ഫ്രീ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, the above theorem has an important implication for a homogeneous linear system with more unknowns than equations. Specifically, if a homogeneous linear system has m equations and n unknowns and if m less than n, എന്ന് വെച്ചാൽ ഇക്വേഷൻസിൻ്റെ എണ്ണം കുറവും വേരിയബിൾസ് എണ്ണം കൂടുതലും ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇക്വേഷൻസിൻ്റെ എണ്ണം കുറവല്ലേ. സോ നമ്പർ ഓഫ് റോസ് വിത്ത് നോൺ സീറോ എൻട്രീസ് ഉള്ള റോസിൻ്റെ എണ്ണം ഉറപ്പായി ആരെക്കാളും കുറവായിരിക്കും, വേരിയബിൾസിനേക്കാളും കുറവായിരിക്കും. അത് r less than n ആണ്.
This being the case, then theory implies that there is at least one free variable, and this implies that the system has infinitely many solutions. സോ ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്താണ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ള ഐഡിയ? തന്നിരിക്കുന്ന ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ നമ്പർ ഓഫ് ഇക്വേഷൻസ് കുറവാണെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി കൂടി, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് വേരിയബിൾസ്, നമ്പർ ഓഫ് നോൺ സീറോ റോസിൻ്റെ എണ്ണം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് ഇതിന് ഉറപ്പായിട്ടും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണല്ലോ എന്നുള്ള തീരുമാനമായി. A homogeneous linear system with more unknowns than equations has infinitely many solutions. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചേർന്നും പറഞ്ഞു. ഓക്കെ, സോൾവ് കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് മൈനസ് 2y പ്ലസ് z മൈനസ് w ഈക്വൽ ടു 0, എക്സ് പ്ലസ് y മൈനസ് 2z പ്ലസ് 3w ഈക്വൽ 0, 4x പ്ലസ് y മൈനസ് 5z പ്ലസ് 8w ഈക്വൽ 0, 5x മൈനസ് 7y പ്ലസ് 2z മൈനസ് w ഈക്വൽ 0. സോ അതായിരിക്കും മെട്രിക്സ് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. നമ്പർ ഓഫ് റോസ്, നോൺ സീറോ റോസ് വരുമ്പോൾ 2 ആണ്, നമ്പർ ഓഫ് വേരിയബിൾസ് 4 ആണ്. സോ 2 ഫ്രീ വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഹോമോജനിയസിൻ്റെയും ചെയ്യാൻ നോക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പറയുക. ഓക്കെ.